മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ മറുപടി വന്നത് 6 വർഷത്തിന് ശേഷം. കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ നൽകിയ അപേക്ഷയിലാണ് 6 വർഷത്തിന് ശേഷം മറുപടി ലഭിച്ചത്. പ്രൈമറി സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന സാഹചര്യവും പ്രധാനാധ്യാപകർ ചെയ്തു തീർക്കേണ്ട ജോലികളും വിവരിച്ച് 2018 മെയ് 11-നാണ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. 2024 മെയ് 27-ന് മറുപടി കിട്ടി. അപേക്ഷ പരിഗണിക്കുന്നതായും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നടപടി സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയെന്നുമാണ് മറുപടിയിലുള്ളത്. പ്രൈമറി സ്കൂളുകളിലെ പ്രധാനാധ്യാപകരുടെ ദുരിതങ്ങൾ വിവരിച്ചാണ് 6 വർഷം മുൻപ് സംഘടന മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളുടെ മറുപടി ദിവസവും തയ്യാറാക്കുന്നത് മുതൽ ഉച്ചക്കഞ്ഞി വിതരണത്തിലെ അരി സ്റ്റോക്ക് എടുക്കലും പച്ചക്കറി വാങ്ങലും വരെ പ്രധാനാധ്യാപകരുടെ ചുമതലയാണ്. ഇതിനിടയിൽ ട്രഷറിയിൽ പോകണം, അധ്യാപകരുടെ ശമ്പള കാര്യത്തിലും ഇടപെടണം. ഇതിന് പുറമെ ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുകയും വേണം. ഇതിനെല്ലാം ഇടയിൽ ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുക്കുകയും വേണം. ഈ സാഹചര്യം വിവരിച്ചാണ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കണ്ടെത്തലാണ് കേന്ദ്ര കമ്മിറ്റി. മോദി തരംഗമോ രാഹുൽ തരംഗമോ ശബരിമലയോ ഒന്നും ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ജാതിയും മതവും ഒന്നും പരാജയങ്ങൾക്ക് കാരണമായതുമില്ല. CPM-ന് തിരിച്ചടിയായത് പാർട്ടിയുടെ അഹങ്കാരമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. കണ്ണൂരിലെ രക്ഷാപ്രവർത്തനം മുതൽ അഴിമതി കേസുകളിലെ മൗനം വരെ അതിന് കാരണമായി. ഈ അഹങ്കാരത്തിൽ കേന്ദ്ര നിരീക്ഷണം എത്തിയിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ് SFI. ഇതിൽ CPIM-ലെ മുതിർന്ന നേതാക്കൾ അമർഷത്തിലുമാണ്. മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ CPM-നെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് സമാനമായ വസ്തുതകളാണ് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം പുറത്തു വന്നത്. കരുവന്നൂരും സിദ്ധാർത്ഥൻ മരണവും എല്ലാം CPM-ന് തിരിച്ചടിയായി. ഈ മനോഭാവങ്ങൾ മാറ്റണമെന്ന സന്ദേശമാണ് CPM കേന്ദ്ര കമ്മിറ്റി നടത്തിയത്. പക്ഷേ തിരുത്തൽ ആരും നടത്തുന്നില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രക്ഷാപ്രവർത്തനം ആവർത്തിച്ചു. പാർട്ടി യോഗങ്ങളിൽ ശക്തമായ വിമർശനം ഉയർന്നിട്ടും നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ DYFI SFI പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിക്കുകയാണ്. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, നാളെയും പറയും. രോഷത്തോടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ സംഭവിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതാണ്. ഇത് എന്തുകൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന ചോദ്യം പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചു വരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഉൾപ്പെടെ സൂചിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്.